ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 2019 സ്കീമിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. സോ ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എങ്ങനെ പാസ് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ സിലബസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരും, എവിടെ എന്ത് പഠിച്ചാലാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് പാസ് എങ്കിലും ആകുക എന്നുള്ളത്, അല്ലേ? പക്ഷെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആകെ 5 മൊഡ്യൂളേ ഉള്ളൂ. ഈ 5 മൊഡ്യൂളിൽ ഒരു 3 മൊഡ്യൂൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡോട് കൂടി നിങ്ങൾക്ക് അത് പാസ്സാകാൻ പറ്റും. ഓക്കെ, സോ ഹൗ ടു സ്കോർ പാസ് മാർക്ക് ഇൻ ജാവ നമുക്ക് നോക്കാം. ഓരോരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയാൽ, ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ. ഒന്നെങ്കിൽ ഇത് സെപ്പറേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. സോ ഇത് വിത്ത് എക്സാമ്പിൾ അത് പഠിച്ചു വെക്കുക. ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ തിയറിയാണ്. ദെൻ രണ്ടാമത് ചോദിക്കാൻ സാധ്യതയുള്ളത് ബേസിക് ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ്. ഇത് ഷുവർ ക്വസ്റ്റൻ ആണ്. ബേസിക് ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ്, ക്ലാസ്, ഒബ്ജക്ട്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം. സോ ഇതൊക്കെ വരുന്ന പോർഷൻസ് ആണ് എന്ത് ബേസിക് ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതൊരു എസ്എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് പഠിക്കേണ്ടത് UML ഡയഗ്രാംസ്. അതിൽ UML ഡയഗ്രാംസ് കുറെ ടൈപ്പ് ഓഫ് ഡയഗ്രാംസ് പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിലുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട UML ഡയഗ്രാംസ് എന്ന് പറയുന്നത് ക്ലാസ് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം. സോ ഇത് മൂന്നും നല്ലപോലെ പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇത് വരയ്ക്കാൻ ചോദിക്കാം, അതല്ലെങ്കിൽ ഇതെന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് JVM ആൻഡ് ബൈറ്റ് കോഡ്, ജാവ വെർച്വൽ മെഷീനും ബൈറ്റ് കോഡും. ഓക്കെ, ഇതൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ദെൻ വരുന്നതാണ് ഗാർബേജ് കളക്ഷൻ. ജാവയിൽ ഗാർബേജ് കളക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഗാർബേജ് കളക്ഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഗാർബേജ് കളക്ഷൻ എന്നുള്ള ആ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇനി ചോദിക്കാവുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെക്സിക്കൽ ഇഷ്യൂസ് ആണ്. ജാവയിലെ ലെക്സിക്കൽ ഇഷ്യൂസ്, അതായത് ടോക്കൺസ് എന്ന് പറയും. ജാവയിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ജാവയിലെ ടോക്കൺസ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ജാവയിലെ ലെക്സിക്കൽ ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരാവുന്ന എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാവ ബസ്വേർഡ്സ് ആണ്. ബസ്വേർഡ്സ് എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ജാവയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ജാവയുടെ ഫീച്ചേഴ്സ് ഏതാണെന്ന് ചോദിച്ചാലും, ജാവ ബസ്വേർഡ്സ് എന്ന് ചോദിച്ചാലും നമ്മൾ ജാവയിലെ ഫീച്ചേഴ്സ് എഴുതുക, അല്ലെങ്കിൽ ബസ്വേർഡ്സ് നമ്മൾ എഴുതുക. ഓക്കെ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഏരിയാസ് കംപ്ലീറ്റ്, ഈ മൊഡ്യൂളുകൾ കംപ്ലീറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. സോ അവന്റെ നോട്ട്സും അവൈലബിൾ ആണ്. സോ അതിന് നല്ലപോലെ പഠിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 1 കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ 1 നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ടൈപ്പ് കാസ്റ്റിംഗ് വിത്ത് എക്സാമ്പിൾ. ടൈപ്പ് കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ നെക്സ്റ്റ് ഉള്ളത് ഡാറ്റ ടൈപ്പ് ഇൻ ജാവ. ജാവയിലെ ഡാറ്റ ടൈപ്സുകൾ, അത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ, അതും എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഐ തിങ്ക് ഈ ഡാറ്റ ടൈപ്പും ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ സി പ്രോഗ്രാമിൽ ഓൾറെഡി പഠിക്കുന്നതാണ്. ഓക്കെ, അത് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻസുകൾ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, ദെൻ വരുന്നതാണ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഇൻ ജാവ. ജാവയിലെ കൺസ്ട്രക്ടേഴ്സിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദെൻ മെത്തേഡ് ഓവർലോഡിംഗ് ആൻഡ് ഓവർ റൈഡിങ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെത്തേഡ് ഓവർലോഡിങ്, ഒന്നെങ്കിൽ ഓവർലോഡിംഗ് എന്താണ്, അല്ലെങ്കിൽ ഓവർ റൈഡിങ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഓവർലോഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓവർ റൈഡിങ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ദിസ് കീവേഡ്. ദിസ് എന്ന കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദിസ് കീവേഡ് ജാവയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ചോദിക്കാവുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്താണെന്നുള്ളത്. ദെൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് സൂപ്പർ ആൻഡ് ഫൈനൽ കീവേഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം. സൂപ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈനൽ കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് ചോദിക്കാം, സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാം എസ്എ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ദെൻ വരുന്നതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ്, അബ്സ്ട്രാക്ട് ക്ലാസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇത്രയും ഏരിയാസ് നല്ലപോലെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഷുവർ ആയിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും മൊഡ്യൂൾ 2. ഓക്കെ, ദെൻ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്, മൊഡ്യൂൾ 3 ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ പാക്കേജസ് ആൻഡ് ഇറ്റ്സ് ആക്സസിങ് മെത്തേഡ്സ്. പാക്കേജ് എന്താണ്, അതിന്റെ ആക്സസിങ് മെത്തേഡുകൾ, പാക്കേജുകളെ ഏതൊക്കെ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദെൻ യൂസ് ഓഫ് ഇന്റർഫേസ് ഇൻ ജാവ. ജാവയിലെ ഇന്റർഫേസസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇന്റർഫേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. വിത്ത് എക്സാമ്പിൾ നമ്മളത് കാണിക്കണം. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് ജാവ എക്സെപ്ഷൻ.
ജാവ എക്സെപ്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കുറെ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ഉണ്ട്, എക്സെപ്ഷൻ ടൈപ്പുകൾ, ആ ടൈപ്പ് നല്ലപോലെ പഠിച്ചു വെക്കുക. ദെൻ യൂസ് ഓഫ് ട്രൈ ആൻഡ് ക്യാച്ച്, ട്രൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്യാച്ച് ബ്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ദെൻ ഫൈനലി എന്ന ബ്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചോദിക്കാം, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ത്രോ ആൻഡ് ത്രോസ്, ത്രോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ത്രോസ് എന്തിനാണ്, അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ദെൻ വരുന്നതാണ് സീരിയലൈസേഷൻ. എന്താണ് ജാവയിൽ സീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അത് 3 മാർക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനിൽ സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് മൊഡ്യൂൾ 3 നിന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4, മൊഡ്യൂൾ 4ൽ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്ട്രിംഗ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പം ടൈപ്പ് ഓഫ് സ്ട്രിംഗ് കൺസ്ട്രക്ടേഴ്സ്, ഏതൊക്കെ സ്ട്രിംഗ് കൺസ്ട്രക്ടേഴ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സോ അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദെൻ ക്യാരക്ടർ എക്സ്ട്രാക്ഷൻ ഇൻ സ്ട്രിംഗ്, എങ്ങനെയാണ് സ്ട്രിംഗിൽ ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഓക്കെ, ഏതൊക്കെ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂസ് ഓഫ് വാല്യൂ ഓഫ്, ഈ വാല്യൂ ഓഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സോ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ കളക്ഷൻസ് ഇൻ ജാവ, ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ജാവയിലെ കളക്ഷൻസ് എന്താണ്. ദെൻ ത്രെഡ് ലൈഫ് സൈക്കിൾ, അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ ഒക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക, ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് ത്രെഡിന്റെ വരുന്നത്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ഇതൊക്കെ സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് ചോദിക്കാം, എസ് എ ക്വസ്റ്റ്യനകത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ദെൻ വരുന്നതാണ് ത്രെഡ് സിൻക്രണൈസേഷൻ, അതും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. സിൻക്രണൈസേഷൻ എങ്ങനെയാണ് ത്രെഡിൽ ചെയ്യുന്നത്, വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ദെൻ വരുന്നത് ഡെലിഗേഷൻ ഇവന്റ് മോഡൽ, ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവന്റ് മോഡലിനകത്ത് ഡെലിഗേഷൻ ഇവന്റ് മോഡലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവന്റ് ആൻഡ് ഇവന്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ഇൻ ജാവ, ജാവയിൽ ഇവന്റ് എന്താണ്, ഇവന്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, സോ അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 4ൽ നിന്നും കൂടുതലായിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വരുന്ന ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5ൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വിംഗ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, സ്വിംഗ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, സോ അതൊക്കെ ഇരുന്ന് നോക്കുക, നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, സോ യൂട്യൂബ് വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ്, ഈ പറയുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ AWT ആൻഡ് സ്വിംഗ്, സ്വിംഗും AWTയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ വരുന്നതാണ് മോഡൽ വ്യൂ കൺട്രോൾ ആർക്കിടെക്ചർ, സോ ഈ ഒരു മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ദെൻ കമ്പോണൻസ് ആൻഡ് കണ്ടെയ്നേഴ്സ്, എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, എന്തൊക്കെയാണ് കമ്പോണൻസുകൾ, എന്തൊക്കെയാണ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ദെൻ വരുന്നത് JDBC ആർക്കിടെക്ചർ ആണ്, JDBC ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് ചോദിക്കാം. ദെൻ ആ ആർക്കിടെക്ചറിന് ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, JDBC അതായത് 5th മൊഡ്യൂളിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആയിട്ട് വരുന്നതാണ് ഇത്, JDBC എന്ന് പറയുന്നത്, ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി. സോ അതിന്റെ ആർക്കിടെക്ചർ ഉണ്ട്, അപ്പൊ അതിനൊരു ഫിഗർ ഒക്കെ ഉണ്ട്, സോ അത് പഠിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നതാണ് ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി വിത്ത് MySQL. ഓക്കെ, അപ്പം MySQL യൂസ് ചെയ്തിട്ട് ജാവ ഡേറ്റാബേസിനെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതും എങ്ങനെയാന്നുള്ളത്, അതിന്റെ കണക്ഷൻ എങ്ങനെ, അതിന് കുറെ സ്റ്റെപ്പുകളുണ്ട്, സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അതിൽ പറയുന്നത്. ഓക്കെ, സോ അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്ര ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഗ്രേഡോട് കൂടി പാസ്സാകാൻ പറ്റും. സോ ഈ പറഞ്ഞ പോർഷൻസുകൾ, ഈ പറഞ്ഞ എല്ലാ മൊഡ്യൂൾസും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊന്ന് റിവ്യൂ ചെയ്ത് കാണുക. ദെൻ അതിൽ തന്നെ നിങ്ങൾക്ക് നോട്ട്സുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോട്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, ദെൻ ഇതിരുന്ന് പഠിക്കുക. ഓക്കെ, സോ ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ജാവ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.